ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി. നവംബർ 8 തീയതി പോലീസ് വന്ന് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം. ചേട്ടൻ എന്നോട് കുറ്റം ചെയ്തോന്നും ചോദിച്ചൊന്നുമില്ല. ആദ്യ സംഭവമാണ് ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ, അത് തന്നെയല്ല ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു. അത് കാരണം എന്നെക്കുറിച്ച് ആരും മറ്റു രീതിയിൽ പറയത്തൊന്നുമില്ല. ഞാൻ ഞെട്ടിപ്പോയി. പ്രതി നിരപരാധിയാണെന്നും ആൺ സുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴിമാറ്റി. പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം 285 ദിവസം പിന്നിട്ടു. ട്യൂബിന്റെ വെളിച്ചവും ഫാനിന്റെ കാറ്റും പിന്നെ കുറ്റപത്രം വായിക്കാണ് ഇവിടെ കൊണ്ടുവന്ന. അന്നേരമാണ് ഞാൻ വെളിച്ചം കാണുന്നത്. 8.5 മാസം കഴിഞ്ഞപ്പോൾ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. ആരോടും പരാതിയില്ല. പോലീസുകാരെ കുറ്റം വേണ്ട കാര്യമില്ല, മറ്റു ദിവസമായ കുറ്റം കാര്യമില്ല. അത് എന്ത് വന്നാലും നമ്മൾ അനുഭവിച്ചു പോയി. ആ ജീവിതത്തിൽ അതൊന്നും നടത്തില്ല, തിരിച്ചു കിട്ടത്തില്ല ഒന്നും. പിന്നെ എന്നെ അറിയാവുന്നവരിപ്പോഴും എൻ്റെ അവിടെ സൈനിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മക്കളൊക്കെ എന്നോടൊപ്പം. ജീവിതം പച്ചപിടിപ്പിക്കാൻ തയ്യൽ പണി മുതൽ സെക്യൂരിറ്റി പണി വരെ ചെയ്തിട്ടുണ്ട് ജോസഫ്. 10 വർഷം മുൻപ് ക്യാൻസർ ബാധിച്ച് ഭാര്യ മരിച്ചു. അതോടെ മക്കൾക്കൊപ്പമായി ജീവിതം. ഇതിനിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരീക്ഷണങ്ങൾ. ആരും ഇന്ന് ഒരു ഉറുമ്പിനെ പണി ഞാൻ മനസ്സിലാക്കി ചോദിച്ചിട്ടില്ല, ചതിച്ചിട്ടുമില്ല, എന്നെയും ചതിച്ചിട്ടില്ല. ഇത് ചതിയെന്ന് പറയാനും പറ്റില്ല. അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം വന്നതുകൊണ്ട് അവൾ അങ്ങനെ എന്റെ പേര് പറഞ്ഞതാണ്, അല്ലാതെ അവൾ മനഃപൂർവ്വം പറയുന്നതല്ല. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാമുകനെ പ്രതിയാക്കി നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ വിചാരണ അധികം വൈകാതെ ആരംഭിക്കും. ജോസഫിന് 2 വർഷം മുൻപാണ് കേസിൽ ജാമ്യം ലഭിച്ചത്. ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ പറഞ്ഞറിയിക്കാനാകാത്ത ആശ്വാസം. നീതി കിട്ടി എനിക്ക്. അതല്ലേ ഇത്രയും, അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത്.